പ്രവാസി മലയാളിയുടെ ജീവിതത്തിന്റെ നേർക്കാഴ്ചകൾ പകർത്തുന്ന മീ ഡെയിലിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വ്യത്യസ്തരായ മലയാളി ജീവിതങ്ങൾ പകർത്തുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് പ്രശസ്ത ഇലൂഷനിസ്റ്റും ചിത്രകാരനുമായ ഷിബു പ്രഭുവാണ്. താങ്കൾക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ഒരു ചിത്രകാരൻ, ഇലൂഷനിസ്റ്റ്, ഇങ്ങനെ വ്യത്യസ്തമായ രണ്ട് മേഖലകൾ, തികച്ചും വിഭിന്നമായ മേഖലകൾ. ഈ ഒരു മേഖലകളിലേക്ക് എത്തിപ്പെടുമ്പോൾ താങ്കൾ എന്താണ് താങ്കളുടെ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ശരിക്കും ഞാൻ എത്തിപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ തീരെ ചെറിയ പ്രായത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനോടുള്ള ആ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അഭിനിവേശം, ഒരു ആകർഷണം കൊണ്ട് മാത്രമാണ് ഞാൻ ശരിക്കും ഇലൂഷൻ്റെ മേഖലയിലേക്ക് വന്നത്. ഇലൂഷൻ എന്ന് പറഞ്ഞാൽ അന്ന് ഇലൂഷൻ എന്നൊരു പ്രത്യേകമായ മേഖലയില്ല. മാജിക്കിൽ പെട്ടെന്നുള്ള അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന രീതി, അതിലുള്ള ഒരു ആകർഷണം കൊണ്ടാണ് ശരിക്കും ഞാൻ ഈ മാജിക് രംഗത്തേക്ക് എത്തിപ്പെടുന്നത്. അതായത് ഈ മുത്തശ്ശി കഥകളൊക്കെ കേട്ടിട്ടുള്ളത് കൊണ്ടാണോ? അങ്ങനെ മുത്തശ്ശി കഥകൾ നമ്മുടെ ചെറുപ്പത്തിൽ, ഞാൻ എൻ്റെ വളരെ ചെറുപ്രായത്തിൽ ഒരു മാജിക് ഷോ കാണാനുള്ള ഒരു ഇട വന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിൽ ശരിക്കും അതിനോട് വല്ലാത്തൊരു ആകർഷണം എനിക്ക് തോന്നി. അപ്പോൾ അതിനുശേഷം പിന്നീട് എങ്ങനെയെങ്കിലും ഇത് മാജിക് പഠിച്ചേ മതിയാവൂ എന്നുള്ള ആ ഒരു തീരുമാനത്തിലാണ് മുന്നോട്ട് പോവുകയും പിന്നീട് അത് ആ ഒരു ഉത്കടമായ ആഗ്രഹം കൊണ്ട് അത് പഠിച്ചെടുക്കുകയും ചെയ്തു. ഈ മാജിക്കും ചിത്രകലയും രണ്ട് വിഭിന്നമായ മേഖലകളാണ്. നമ്മളിങ്ങനെ രണ്ട് വിഭിന്നമായ മേഖലകളിൽ എന്തുകൊണ്ട് എത്തിപ്പെട്ടു? ശരിക്കും ഞാൻ ചിത്രകല എന്ന് പറയുന്നത് ശരിക്കും ജന്മന നമുക്ക് ലഭിക്കുന്ന ഒരു കഴിവാണ്. പിന്നീടത് ഈ പറഞ്ഞ പോലെ ചെറുതായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു, വളർന്നു വരുന്നതിനോടൊപ്പം പഠിക്കുന്നു. അപ്പോൾ ശരിക്കും ചിത്രം വരയ്ക്കാനുള്ള ഒരു കഴിവാണ് ശരിക്ക് എന്നെ മാജിക്കിൽ എന്തെങ്കിലും ആകാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണമായത്. അതായത് നിങ്ങൾ പറഞ്ഞു വരുന്നത് ചിത്രകലയും മാജിക്കുമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ബന്ധപ്പെടുത്താൻ പറ്റുമോ? അങ്ങനെ തീർച്ചയായിട്ടും. മാജിക് എന്ന് പറഞ്ഞാൽ എല്ലാ കലകളുടെയും ഒരു സമ്മേളനമാണ് മാജിക് എന്ന് പറയുന്നത്. പക്ഷേ ചിത്രകല എന്ന് പറയുന്ന ഒരു കഴിവ് എനിക്ക് ഉണ്ടായത് കൊണ്ട് പല പുതിയ ഐറ്റംസും പല പുതിയ മാജിക്കുകളും എനിക്ക് ഡിസൈൻ ചെയ്യാനും അത് പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് ചിത്രകല കൊണ്ട് എനിക്കുണ്ടായ പ്രയോജനം. ശരിക്കും ഒരു ചിത്രകാരൻ, ഇലൂഷനിസ്റ്റ് എന്നിങ്ങനെ വ്യത്യസ്തമായ രണ്ട് മേഖലകളിലാണ് താങ്കൾ അറിയപ്പെടുന്നത്. ചിത്രകലയും മാജിക്കും വ്യത്യസ്തമായ രണ്ട് കലാവിഭാഗങ്ങൾ. ഈ രണ്ട് വിഭാഗങ്ങളിലും താങ്കൾ ഇത് നമ്മൾ സാധാരണഗതിയിൽ പഠിക്കാറുണ്ട്, ആളുകൾ പഠിച്ചെടുക്കാറുണ്ട്, ചിലരത് ജന്മന സ്വായത്തമാക്കാറുണ്ട്. താങ്കൾ ഇതുപോലുള്ള എന്തെങ്കിലും പഠനങ്ങൾ നടത്തുകയുണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ ചിത്രകല എന്ന് പറയുന്നത് ശരിക്ക് ആധികാരികമായി എൻ്റെ 10ാമത്തെ വയസ്സ് മുതൽ പഠനം തുടങ്ങിയതാണ്. അത് തുടർച്ചയായി ഏകദേശം ഈ പറഞ്ഞ പോലെ ഞാൻ ഫൈൻ ആർട്സിൽ ബിരുദമെടുക്കുന്നത് വരെ തുടർച്ചയായിട്ട് ആധികാരികമായ ഒരു പഠനം അതിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ഇലൂഷൻ അല്ലെങ്കിൽ മാജിക്കിൻ്റെ മേഖലയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം എൻ്റെ ഗുരുനാഥനായി ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഒരു സാധാരണക്കാരനായ ഒരു നാട്ടിൻപുറത്തുകാരൻ, കുറച്ച് മാജിക്കുകൾ അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഒരു കർഷകനായിട്ടുള്ളൊരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നാണ് ആദ്യം ഞാൻ മാജിക്ക് പഠിക്കുന്നതും എന്നെ വേദിയിലെത്തിക്കുന്നതും. അതിനുശേഷം കൂടുതലും ഞാൻ ഈ പറഞ്ഞ പോലെ പുറത്തുള്ള വിദേശ രാജ്യങ്ങളിലെ മാന്ത്രികരുടെ മാജിക്കുകളെക്കുറിച്ച് പഠനം നടത്തുകയും കൂടുതലും ആ രീതിയിലുള്ള ഗവേഷണങ്ങളിലൂടെ സ്വന്തമായി പല ജാലവിദ്യകളും രൂപകൽപ്പന ചെയ്യുകയാണ് ചെയ്തത്. നമ്മൾ ശരിക്കും ഒരു ചിത്രകാരൻ കൂടിയാണ്, ഒരു മജീഷ്യൻ എന്നതിനപ്പുറത്തൊരു ചിത്രകാരനാണ്. ചിത്രകലയിലൂടെയാണ് താങ്കൾ ആരംഭം കുറിച്ചിട്ടുള്ളത് തന്നെ. അപ്പോൾ ഒരു ചിത്രകാരൻ എന്ന നിലയിൽ ഏത് മേഖലയിലാണ്, ചിത്രകലയിൽ ഒരുപാട് വിഭിന്നമായ മേഖലകളുണ്ട്, ഏത് മേഖലയിലാണ് താങ്കൾ ശ്രദ്ധ കൊടുത്തിട്ടുള്ളത്? ചിത്രകല ഞാൻ നാട്ടിൽ വച്ച് വ്യത്യസ്തമായ ഒരു മേഖലകൾ എന്നുള്ളതില്ല. സാധാരണ ചിത്രകാരന്മാർ ചെയ്യുന്ന വാട്ടർ കളർ, ഓയിൽ, ഒരു 15ാമത്തെ വയസ്സ് മുതൽ ഞാൻ പോർട്രേറ്റ്സ് ചെയ്തു കൊടുക്കുമായിരുന്നു, ആളുകളുടെ ചിത്രം വരച്ച് ചെയ്തു കൊടുക്കുമായിരുന്നു. പക്ഷെ അതേ കാലഘട്ടത്തിൽ തന്നെ ഈ പറഞ്ഞ പോലെ മാജിക്കിൽ കൂടുതൽ ശ്രദ്ധിച്ചതുകൊണ്ട് കൂടുതൽ ചിത്രകലയിലേക്ക് പോവാതെ മാജിക്കിലേക്ക് വരികയായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ കാര്യം. പിന്നീട് വ്യത്യസ്തമായ എല്ലാ മേഖലകളിലും കൈ കടത്തിയിട്ടുണ്ട്. ഒരു പ്രത്യേകമായ ഒരു മേഖലയും സ്പെഷ്യലൈസ് ചെയ്തിട്ടില്ല ചിത്രകലയിൽ ആ ഒരു കാലഘട്ടത്തിൽ. പിന്നീട് ഗൾഫിൽ വന്നതിന് ശേഷമാണ് അങ്ങനെ ഒരു മേഖലയിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് തോന്നിയതും
കാരിക്കേച്ചർ എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ വളരെ രസകരമായ ഒരു വിഭാഗത്തിലേക്ക് ഞാൻ ശ്രദ്ധിക്കുന്നതും, അത് ഇവിടെ ദുബായിൽ വളരെയധികം ഏകദേശം ഒരു 30,000-ഓളം വരുന്ന കാരിക്കേച്ചറുകൾ എനിക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം, അവസരം ഇപ്പോഴും വളരെയധികം കമ്പനികൾ എന്നെ ഇത് കാരിക്കേച്ചർ ചെയ്യാനായിട്ട് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഏറ്റവും എനിക്ക് എടുത്തു പറയത്തക്കതായിട്ടുള്ള കാരിക്കേച്ചർ വർക്കുകൾ എന്ന് പറയുന്നത് യാസ് മറീന സർക്യൂട്ട്, ഗ്രാൻഡ് പ്രീ സംഘാടകരായിട്ടുള്ള യാസ് മറീന സർക്യൂട്ട് അവരുടെ പ്രോഗ്രാമിന് കാരിക്കേച്ചർ ചെയ്യാനായിട്ട് വിളിച്ചത് തന്നെയാണ്. കാരിക്കേച്ചറിനപ്പുറത്ത് സ്പീഡ് പെയിന്റിങ് പോലുള്ള ഒരുപാട് നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകളുണ്ട്. അതായത് എന്റർടൈൻമെന്റിന്റെ പരമാവധി സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന പെയിന്റിംഗ് രീതികളുണ്ട്. അത്തരം ഏതെങ്കിലും ഒരു മേഖലകളിലേക്ക് താങ്കൾ പോയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ചിത്രകലയെ ഒരു വേദിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു മനോഹരമായ ഒരു കലാരൂപമാക്കി മാറ്റിയിരിക്കുന്ന ഒരു സംഭവമാണ് ഈ സ്പീഡ് പെയിൻറ്റിങ് പെർഫോമൻസ് എന്ന് പറയുന്നത്. അത് മ്യൂസിക്, അതുപോലെ ഡാൻസ് എല്ലാം ഉൾപ്പെടുത്തി, ചിത്രകലയെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വേദിയിൽ ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് കൊണ്ടുവന്നേക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കലാരൂപം ഞാനും ഇവിടെ ദുബായിൽ വന്നതിന് ശേഷമാണ് എനിക്ക് അവതരിപ്പിക്കാനുള്ള അവസരം ഉണ്ടാകുന്നതും, ഞാൻ അതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നതും അവതരിപ്പിക്കുന്നതും. അത് എനിക്കതിനകത്ത് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്ന ഒരു വ്യത്യസ്തത, എനിക്ക് ആ ഒരു പെയിന്റിംഗ് പെർഫോമൻസിൽ എനിക്ക് പ്രചോദനമായത് ഡാൻഡൺ എന്ന് പറയുന്ന ലോകപ്രസിദ്ധനായിട്ടുള്ള ചിത്രകാരനാണ്. ഡാൻഡനാണ് ശരിക്കും സ്പീഡ് പെയിന്റിന്റെ പെയിന്റ് ജാം എന്ന പ്രോഗ്രാമിലൂടെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന സ്പീഡ് പെയിന്റിംഗ് പെർഫോമറാണ് ആള്. ആളുടെ ആ ഒരു പെർഫോമൻസാണ് എന്നെ ഇതിലേക്ക് ആകർഷിച്ചതും ഞാൻ അതിലേക്ക് കടന്നു ചെല്ലുന്നതും. പിന്നെ ഡാൻഡൺ ചെയ്യാത്ത ഒരു കാര്യം എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞാൽ, ഡാൻഡൺ പൂർണ്ണമായിട്ടും കണ്ണ് തുറന്നു വെച്ചാണ് ഈ ചിത്രം വരയ്ക്കുന്നതെല്ലാം ചെയ്യുന്നത്. ഞാൻ കണ്ണ് മൂടിക്കെട്ടിക്കൊണ്ട് കൂടെ ഈ പെയിൻറ്റിംഗ് പെർഫോമൻസ് ചെയ്യാനായിട്ട് പരിശീലിച്ചു. അതും ഇപ്പോൾ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇലൂഷനിസ്റ്റ്, അതായത് ഇലൂഷൻ എന്ന് പറയുന്നത് മാജിക്കിലൊരു വ്യത്യസ്തമായ വിഭാഗമാണ്. പൊതുവേ അധികം ആളുകൾ പരീക്ഷിക്കപ്പെടാത്ത ഒരു മേഖല. സാധാരണഗതിയിൽ നമ്മൾ കൺകെട്ട വിദ്യകൾ എന്ന് പറഞ്ഞ് കാണിക്കുന്നതിനപ്പുറത്ത് ഉള്ള ഒരു മാജിക്കിന്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രൂപം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇലൂഷനിസ്റ്റ് ആവാൻ വേണ്ടി തീരുമാനിച്ചത്? ഇലൂഷനിസ്റ്റ് ആവാൻ വേണ്ടി തീരുമാനിച്ചത് എന്ന് പറഞ്ഞാൽ, ശരിക്കും മാജിക്കിനെ കുറിച്ച്, മാജിക് അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കല എന്നതിലുപരി പ്രത്യേകമായിട്ടൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സാധാരണ ഗ്രാമപ്രദേശത്താണ് ഞാൻ ജനിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഇലൂഷൻ എന്ന് പറയുന്ന മേഖലയെ കുറിച്ച് എനിക്കറിയില്ലായിരുന്നു. മാജിക്കിൻ്റെ ഉള്ളിലെ മറ്റുള്ള മേഖലകളെക്കുറിച്ചൊന്നും എനിക്കറിയില്ലായിരുന്നു. മാജിക്ക് അത് അത്ഭുതമുണ്ടാക്കുന്ന ഒരു കല എന്നത് മാത്രമാണ് എനിക്കറിയാവുന്ന കാര്യം. കാരണം എൻ്റെ 10ാമത്തെ വയസ്സ് അല്ലെങ്കിൽ 9ാമത്തെ വയസ്സിലാണ് ഞാൻ മാജിക് രംഗത്തേക്ക് വരുന്നത്, മാജിക്കിലേക്ക് കടക്കുന്നത്. അപ്പോൾ അത്ഭുതം സൃഷ്ടിക്കുന്ന ഒരു വ്യക്തിയാകണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ അങ്ങനെ ഞാൻ മാജിക്കിലേക്ക് വന്നു. പിന്നീട് മാജിക്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു സാധാരണ ചെറിയൊരു മാജിക്ക്, ഒരു ബോൾ എടുത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു, ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം അത് ആസ്വദിക്കാൻ കഴിയില്ല. പക്ഷെ വലിയ ഉപകരണങ്ങളും എല്ലാം വെച്ചിട്ടുള്ള വലിയ ഇലൂഷൻസ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ അത് എത്രമാത്രം ഒരു 1000-ഓ 10,000-ഓ വരുന്ന കാണികൾക്ക് അത് നന്നായിട്ട് ആസ്വദിക്കാൻ സാധിക്കും. ബലൂണുകൾ കൊണ്ട് പലതരത്തിലുള്ള രൂപങ്ങൾ താങ്കൾ ഉണ്ടാക്കും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ബലൂൺ കൊണ്ട് വ്യത്യസ്തമായ മാജിക്കുകൾ താങ്കൾ കാണിക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. താങ്കളുടെ ബലൂൺ മാജിക് ഇവിടെ ദുബായിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒന്നാണ്. കുട്ടികളെയും വലിയവരെയും ഒരുപാട് ആകർഷിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. നമുക്ക് ആ ബലൂൺ മാജിക് ഒന്ന് കണ്ടു നോക്കിയാലോ? നമുക്ക് ആദ്യം ഒരു ബലൂണിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കിയതിന് ശേഷം ബലൂണിൻ്റെ ഒരു മാജിക്കിലേക്ക് പോകാം. തീർച്ചയായിട്ടും. താങ്കൾക്ക് എൻ്റെ ഒരു സമ്മാനമാണ് നായക്കുട്ടി. വളരെ ഇതിപ്പോ കുട്ടികൾക്കൊക്കെ ഒരുപാട് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുള്ള ഇതുപോലെ നമ്മുടെ ബലൂണ് കൊണ്ട് താങ്കളുടേതായിട്ടുള്ള ഒരു മാജിക്കൽ ഐറ്റം ഉണ്ടല്ലോ, വളരെ പ്രശസ്തമായ ഒരു ഐറ്റമാണ്. അതൊന്ന് കാണിക്കാമോ? കാണിക്കാം.
കുട്ടികൾ കളിക്കുന്ന നല്ല ഒന്നാം തരം ഒരു ബലൂണാണ് താങ്കൾ വിഴുങ്ങിയത്. സത്യത്തിൽ താങ്കൾ ആ ബലൂണ് വിഴുങ്ങിയോ? തീർച്ചയായിട്ടും ഞാൻ അല്ല, ഇത് ഒരുപാട് ട്രിക്കുകളാണ് ഇതിനകത്തുള്ളത്. അപ്പൊ ശരിക്കും ഈ ബലൂൺ എവിടെ പോയി സത്യത്തിൽ? പലപ്പോഴും ഓഡിയൻസ് ഇത് കണ്ടു കഴിഞ്ഞിട്ട് എന്നോട് വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് താങ്കളിപ്പോൾ ചോദിച്ചത്. അപ്പം ഞാൻ പറയും, ഞാൻ വല്ലാത്ത വിശപ്പിലായിരുന്നു, അതുകൊണ്ട് ആ ബലൂൺ കഴിച്ചു എന്നാണ് ഞാൻ മറുപടി പറയാതെ. ഇത് ശരിക്കും ഒരു ഇലൂഷൻ മാത്രമാണ്. ഞാനത് കഴിക്കുന്നു, വായിലേക്ക് ഇറക്കി വിടുന്നു എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കുക മാത്രമാണ് ഇത് ചെയ്യുന്നത്. ലോകത്തിൽ വളരെ പ്രശസ്തരായ മജീഷ്യൻസ് ഉണ്ട്. ഹൗഡിനെ പോലുള്ള ഒരുപാട് വളരെ പ്രശസ്തരായ മജീഷ്യനുണ്ട്. താങ്കളെ ആകർഷിച്ചിട്ടുള്ള, ഏറ്റവും കൂടുതലായിട്ട് ആകർഷിച്ചിട്ടുള്ള മജീഷ്യൻ ആരാണ്? ഞാൻ ശരിക്കും ഇലൂഷൻ്റെ മേഖലയിലേക്ക് വരുന്ന സമയത്ത്, ഇലൂഷനിലേക്ക് കടക്കുന്ന സമയത്ത് ശരിക്കും ലോക മാജിക്കുകളെ കുറിച്ചുള്ള ഒരു പഠനം നടത്താനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല അന്ന് എനിക്ക്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്നെ ഏറ്റവും വലിയ കൂടുതലായിട്ട് എനിക്ക് താല്പര്യം തോന്നിയിരിക്കുന്ന മജീഷ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ മജീഷ്യനായ PC സർക്കാരാണ്. PC സർക്കാരിൻ്റെ ഇലൂഷൻസാണ് എനിക്ക് ആദ്യമായിട്ട് എന്നിൽ ഒരു പ്രചോദനം ഉണ്ടാക്കിയ ഇലൂഷൻസ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കുറേ ഇലൂഷൻസ് ശരിക്കും ആ കാലഘട്ടത്തിൽ കേരളത്തിൽ ആരും ചെയ്യാതിരുന്ന കുറേ ഇലൂഷൻസ് ഞാൻ ആ സമയത്ത് ഒത്തിരി വേദികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ലോക മാജിക്കിൻ്റെ ആ ഒരു മേഖലയിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും ആദ്യം എന്നിലേക്ക് ശരിക്ക് ഒത്തിരി പ്രചോദനമായിട്ട് കണ്ടുകിട്ടിയ ഒരു ലോകപ്രശസ്ത മജീഷ്യൻ എന്ന് പറയുന്ന ഡേവിഡ് കോപ്പർഫീൽഡാണ്. അദ്ദേഹത്തിൻ്റെ മാജിക്കുകളിലായിരുന്നു ഞാൻ കൂടുതലും അതിനുശേഷം റിസർച്ച് നടത്തിയത്. പിന്നീട് അതിനുശേഷം ഈ പറയുന്ന പോലെ പോൾ ഡാനിയൽ എന്ന് പറയുന്ന മജീഷ്യൻ ഉണ്ട്, ജെഫ് മാക്ബ്രൈഡ് എന്ന് പറയുന്ന മജീഷ്യൻ ഉണ്ട്, ഹാൻസ് ക്ലോക്ക് എന്ന് പറയുന്ന മജീഷ്യൻ ഉണ്ട്. അതുപോലെ വളരെയധികം യൂറോപ്യൻ മജീഷ്യൻസ് എൻ്റെ ഷോയിൽ ഒത്തിരി എനിക്ക് പ്രചോദനമായിട്ടുണ്ട്.